സുപ്രീം കോടതി നൽകിയ അന്ത്യശാസന സമയം തീരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ഒരു വിഭാഗം ജീവനക്കാർക്ക് കൂടി വർദ്ധിച്ച പെൻഷൻ ലഭിക്കാൻ വഴി തെളിഞ്ഞിരിക്കുന്നു. 2014 സെപ്റ്റംബർ മുമ്പ് സർവീസിൽ ഉള്ളവരും EPF-ലേക്ക് നിശ്ചയിക്കപ്പെട്ട പരിധിക്ക് മുകളിൽ വിഹിതം അടച്ചവർക്കുമാണ് ഇത് പ്രയോജനപ്പെടുക. ഉയർന്ന പെൻഷൻ തിരഞ്ഞെടുക്കാനുള്ള അവസരം EPF-ന്റെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും വൈകി തുറന്നതുകൊണ്ട് കൂടുതൽ പേർ സൈറ്റിലേക്ക് കയറിയതിനാൽ സൈറ്റ് മരവിച്ചു നിൽക്കുകയാണ്. 3 ഘട്ടമായി നൽകേണ്ട ഓപ്ഷന്റെ ആദ്യഘട്ടം വരെ എത്താനേ പലർക്കും കഴിയുന്നുള്ളൂ. എങ്ങനെയെങ്കിലും സൈറ്റിൽ കയറാനാകുന്ന ഭാഗ്യവാന്മാർ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ലഭ്യമായ വിവരങ്ങൾ വെച്ച് ചിലത് പറയാം. ആധാർ നമ്പർ, UAN നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്കിന്റെ IFSC കോഡ് എന്നിവ കയ്യിൽ കരുതി വെച്ച് വേണം സൈറ്റ് തുറക്കാൻ. പെൻഷൻ കിട്ടി തുടങ്ങിയവരാണെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ PPO കൂടി കരുതുക. ഇല്ലെങ്കിൽ PPO നമ്പർ എങ്കിലും കുറിച്ച് കയ്യിൽ വെക്കുക. നമ്മുടെ PF അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ പാസ്ബുക്കിന്റെ അവസാന പേജ് ഡൗൺലോഡ് ചെയ്ത് PDF ആക്കി വെക്കണം. ഇതുകൂടാതെ 2 ഫോമുകളും ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് PDF ആക്കി സേവ് ചെയ്തിട്ട് വേണം സൈറ്റിൽ കയറാൻ. ഒന്ന്, ജോയിന്റ് ഡിക്ലറേഷൻ അണ്ടർ പാര 26(6) ഓഫ് ദി EPF സ്കീം 1952 ആണ് ഫോം. ഇതിന്റെ 2 കോപ്പി വേണം. ഒന്നിൽ 5000 രൂപയ്ക്ക് മുകളിൽ പണം അടയ്ക്കാനും മറ്റൊന്നിൽ 6500 രൂപയ്ക്ക് മുകളിൽ പണം അടയ്ക്കാനുമുള്ള സമ്മതപത്രം തയ്യാറാക്കി വെക്കണം. എല്ലാം PDF-ഉം 250 KB-യിൽ കുറവായിരിക്കണം. ഹയർ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള 1-ാം ഘട്ടം ഗെറ്റ് ഓതറൈസേഷൻ പിൻ എന്ന പേജാണ്. ഇതിനായി ആദ്യം സൈറ്റിൽ കയറുക. ആദ്യ പേജിൽ 6 വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. UAN നമ്പർ, പേര്, ജനന തീയതി, ആധാർ നമ്പർ, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ എന്നിവയും ക്യാപ്ചയും അടിച്ച ശേഷം താഴെയുള്ള ചതുരത്തിൽ ടിക്ക് ചെയ്ത് ഗെറ്റ് OTP എന്ന പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. കിട്ടുന്ന OTP അടിച്ചു കൊടുത്ത് അടുത്ത പേജിലേക്ക് കടക്കാം. ആ പേജിൽ ജോയിന്റ് ഓപ്ഷൻ ഫോം കിട്ടും. അതിൽ താഴെയായി കോടതി വിധി വായിച്ച് മനസ്സിലാക്കിയാണ് കയറുന്നതെന്ന് വ്യക്തമാക്കുന്നതിന് ഒരു ചെക്ക് ബോക്സ്, ഒരു ചതുരമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മുന്നോട്ട് പോകാം. അപേക്ഷകന്റെ UAN വിവരങ്ങൾ അടുത്ത പേജിൽ ലഭ്യമാകും. പേരും ജനന തീയതിയും രക്ഷിതാവിന്റെ പേരും ആധാറിന്റെ അവസാനത്തെ അക്കങ്ങളും ഫോണിന്റെ അവസാനത്തെ അക്കങ്ങളും പെൻഷനായവരുടെ PPO നമ്പറും തനിയെ ദൃശ്യമാകും. ഇത് അടിച്ചു കൊടുക്കേണ്ടതില്ല. താഴെയായി സർവീസ് വിശദാംശങ്ങളും കാണാൻ കഴിയും. മെമ്പർ ID-യും പെൻഷൻ സ്കീം വരും മുമ്പുണ്ടായിരുന്ന ഫാമിലി പെൻഷൻ സ്കീമിൽ ചേർന്ന തീയതിയും കാണിക്കും. അതിൽ നിന്ന് പുറത്തായ തീയതി 15/11/1995 അടിച്ചു ചേർക്കേണ്ടി വന്നേക്കും. പെൻഷനായവർ, അതായത് 58 വയസ്സ് പിന്നിട്ടവർ, പെൻഷനായ തീയതിയും DOE എന്ന കോളത്തിൽ കൊടുക്കണം. അടുത്ത ഭാഗം മെമ്പർമാരുടെ വിവരങ്ങൾ ചേർക്കാനുള്ളതാണ്. ഇമെയിൽ, ആധാർ ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ നൽകണം. ജോയിന്റ് ഓപ്ഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ ഡീറ്റെയിൽസ് ആണ് അടുത്ത ഭാഗം. മുഴുവൻ ശമ്പളത്തിനും ആനുപാതികമായി PF അടച്ചു വരുന്നവർക്ക് അടുത്ത 2 ചോദ്യങ്ങൾക്കും യെസ് കള്ളി ടിക്ക് ചെയ്യാം. എന്നാൽ ടിക്ക് ചെയ്താൽ മാത്രം പോരാ, 2 ഫോമുകൾ PDF ആക്കി ഇവിടെ അപ്ലോഡ് ചെയ്യുകയും വേണം. ഈ ഫോമുകൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിരുന്നല്ലോ. ആ ഫോമുകൾ ഒന്നിൽ 5000 രൂപ ശമ്പള പരിധിക്ക് മുകളിൽ പണം അടയ്ക്കുന്നുണ്ടെന്നും മറ്റൊന്നിൽ 6500 രൂപയ്ക്ക് മുകളിൽ പണം അടയ്ക്കുന്നുണ്ടെന്നും ഉള്ള പ്രസ്താവനയാണ് ഉള്ളത്. അത് അത്തരത്തിൽ പൂരിപ്പിച്ചിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. PDF-ന്റെ വലിപ്പം 250 KB-യിൽ കൂടാനാവില്ലെന്ന് ഓർക്കുക. PF ഫണ്ടിൽ നിന്ന് പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കാൻ അക്കൗണ്ടിൽ പണം ഉള്ളവർക്ക് 3-ാമത്തെ ചോദ്യത്തിനും യെസ് ഉത്തരം നൽകാം. യെസ് നൽകിയ ശേഷം അക്കൗണ്ടിൽ ബാക്കി എത്ര പണമുണ്ട് എന്നത് ചോദിക്കുന്ന കോളമുണ്ട്. അവിടെ അക്കൗണ്ടിലെ അവസാനത്തെ ആകെ തുക അടിക്കണം. യെസ് നൽകിയാൽ തുക ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് അപ്ലോഡ് ചെയ്യാൻ നിർദ്ദേശം കിട്ടും. അപ്പോൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച പാസ്ബുക്കിന്റെ അവസാന പേജ് അപ്ലോഡ് ചെയ്യാം. എന്നാൽ എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്ന് EPF-ൽ നിന്ന് അറിയിപ്പ് കിട്ടാത്തിടത്തോളം ഇതെങ്ങനെ ചെയ്യുമെന്ന പ്രശ്നം ഉണ്ട്. ബാലൻസ് തുക അക്കൗണ്ടിൽ ഇല്ലെന്ന് ഉറപ്പുള്ളവർക്ക് 4-ാമത്തെ ചോദ്യത്തിന് ഉത്തരം യെസ് കൊടുക്കാം. തുക അക്കൗണ്ടിൽ ഇല്ലെങ്കിലും അടച്ചോളാം എന്ന സമ്മതമാണിത്. അടുത്ത ഭാഗം ഡിക്ലറേഷനാണ്, പ്രസ്താവനകൾ. അതെല്ലാം ചേർന്ന് അവസാനം ഒരു I agree കോളം ടിക്ക് ചെയ്താൽ മതിയാകും. അതിന് തൊട്ട് മുമ്പുള്ള കോളത്തിൽ സ്ഥലപ്പേര് എഴുതാൻ മറക്കേണ്ട. ഇത്രയും കഴിഞ്ഞാൽ ക്യാപ്ച അടിച്ച് ഫോം ഡ്രാഫ്റ്റായി സേവ് ചെയ്യാം.
ഒരിക്കൽ കൂടി വിവരങ്ങൾ നോക്കി ഉറപ്പാക്കി സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപേക്ഷകനായ തൊഴിലാളിക്ക് ഇത്രയേ ചെയ്യാനാവൂ. ഇനി തൊഴിലുടമയ്ക്കാണ് ഉത്തരവാദിത്വം. ഈ അപേക്ഷ തൊഴിലുടമയുടെ PF അക്കൗണ്ട് പേജിൽ വരും. അവിടെ നിന്ന് തൊഴിലുടമ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നതോടെ അപേക്ഷ അന്തിമമാകും. സൈറ്റിൽ കയറിയാൽ മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണിത്. നിലവിലെ സെർവറുകളുടെ ശേഷി കൂട്ടാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെങ്കിൽ പ്രയാസം തുടരും. മെയ് 3 വരെ സമയമുണ്ട് എന്നതാണ് ഏക ആശ്വാസം. ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ വെച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കിയത്. നേരിയ പിശകുകൾ വന്നേക്കാം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായാൽ വീണ്ടും കാണാം.